സന്തോഷമുണ്ട്, ചെകുത്താനുമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രസ് മീറ്റിലൊക്കെ ബിഗ് ബോസിലെ ഷിബിൻ അദ്ദേഹമായി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സന്തോഷിന് ചോദിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പ്രസക്തമായ ഒരു കാര്യമാണ് ഈ സൈക്കാട്രിക് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിബിൻ എന്ന് പറയുന്ന ഒരാള് ഒരു നോർമലായിട്ടൊരു മനുഷ്യന് ഈ വലിയ മാരകമായിട്ടുള്ള മാനസിക രോഗത്തിന്റെ മരുന്ന് അവിടുന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. ശരിക്കും എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? അല്ല, അതാണ് ഒരുപാട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് കൗൺസിലിംഗ് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ബിഗ് ബോസ് അത്ര ഒരു ഊള പരിപാടിയാണ്. ഞാൻ വണ്ടേ പറഞ്ഞില്ല, എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല. അവർ ഉള്ളിൽ എന്തൊക്കെയോ നടക്കട്ടെ. അത് അഖിൽമാരാണ് പറയണ്ടായിരുന്നു. മെഡിക്കേഷൻ എല്ലാം ഫോഴ്സ് ചെയ്ത് കൊടുത്തത്. അത് ഷീസോഫെറിനിയുടെ മരുന്ന് എന്തൊക്കെയോ കൊടുത്തിരിക്കണം. ഓൺലൈൻഷിപ്പിൽ വേണ്ട മരുന്ന് കൊടുത്തെന്ന് പറയുന്നു. അത് ഷീസോഫെറിനിയുടെ എന്ത് മരുന്നാണ്. സൈക്കാട്രി ഡ്രഗ്സ് കഴിക്കാനാണല്ലോ. കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയുടെ പല ഭാഗത്ത് ബാധിക്കും. സൈഡ് എഫക്റ്റ് കുറേ ഉണ്ട്. കുറച്ച് നേരം ഹാപ്പിനെസ് കിട്ടുമല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നെ ഒരു ഫാർമസിയുടെ ലോബി ചെയ്യലുണ്ട് ഈ മെഡിസിൻ്റെ. ബിഗ് ബോസിൽ കോൺഫിഡൻഷ്യലായിട്ട് പല കാര്യം നടക്കുന്നുണ്ട് എന്നാണ് അഖിൽമാരോട് മറ്റുള്ള പറയുന്നത്. ഷിബിനും പറഞ്ഞു എന്നെ വിളിച്ചാൽ ഞാൻ പോയില്ല. ശരിക്കും ഈ പറയുന്ന പോലെ ഈ ബിഗ് ബോസിനകത്ത് മരുന്ന് മാഫിയയുടെ ഒന്നും അങ്ങനൊന്നും ഇല്ല. എടാ, ഇതെന്ന് വെച്ചാൽ ഈ ആള് എന്തെങ്കിലും ബിഹേവിയർ പ്രോബ്ലംസ് കാണിച്ചു കാണും. അപ്പോ എന്താ അല്ലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്തെങ്കിലും വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ ആരെങ്കിലും കാണിച്ചെന്ന് തോന്നിയാൽ അവിടുത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു എന്താ പറയുക, ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കിത് മാനേജ് ചെയ്യാൻ പാടില്ല. ചുമ്മാ അങ്ങനെ കണ്ടവരോ കേട്ടവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവരോ ഒന്നും അല്ല ഈ വക സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടെ വന്നിട്ട് ഇവനോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയത്തില്ല. അവർ നേരെ ഒരു ഡോക്ടർക്ക് കൺസൾട്ടേഷൻ വെക്കുവാന്നങ്ങ് വിചാരിക്കുക. അത് ശരിയായ രീതി, അത് മനസ്സിലായോ? അല്ലാതെ അങ്ങനെ ഒരു സംശയം നിന്നെപ്പറ്റി തോന്നിയാൽ ഞാൻ നിന്നെ വീട്ടിൽ ഇരുത്തിയൊന്നും ചെയ്യരുത്. അല്ലെ എനിക്ക് തോന്നിയ പോലെ മന്ത്രവാദമോ അല്ലെ ഞാനൊരു ഡോളോ 650 ഒന്നും എടുത്ത് തരേണ്ട ആവശ്യമില്ല. പനിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സൈക്കാട്രിക് മെഡിസിൻസ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു, ആങ്സൈറ്റി അടിക്കുന്നു, മൂഡ് സ്വിങ്സ് വരുന്നു, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല കൂടുതൽ പേർക്ക്. ഇപ്പോൾ പനി വന്നാൽ ഒരു ഡോളോ 650 കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കഫ് സിറപ്പ് വേണം മേടിച്ച് കൊടുക്കാം. അങ്ങനെ കുറേ മരുന്നുകൾ ഈ മറ്റേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്ന മരുന്നുകളില്ലേ. പക്ഷെ ഇതൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് കൺസൾട്ടേഷൻ വെക്കുന്നു. ആ ഡോക്ടർക്ക് കൺസൾട്ടേഷൻ വെച്ച് കഴിയുമ്പോൾ ആ ഡോക്ടർ വന്നിട്ട് പറയുന്നു ഇയാൾക്ക് ഓക്കെ ഇങ്ങനെ സംഭവിച്ചു, അല്ല അവിടെ നിന്നതിൻ്റെ ആയിരിക്കും, അവിടെ നിൽക്കുന്നതിന് സ്ട്രെസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ സ്കീസോഫ്രേനിയയ്ക്കും ഈ മരുന്ന് കൊടുക്കും. അല്ല, സ്കീസോഫ്രേനിയ ട്രീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു മരുന്നൊന്നും ഇല്ല, പല മരുന്നുകൾ കാണും. അതിനകത്ത് ഇപ്പോൾ ഈ മരുന്നിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ലീപ്ലെസ്നെസ് ഉണ്ടെങ്കിൽ കുറച്ച് സ്ലീപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ആങ്സൈറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറയും. ചെറിയൊരു ഡ്രൗസിനെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇച്ചിരി ഹൈപ്പറായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ കുറച്ച് താഴും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ കൊടുത്ത് മതിയായിരിക്കും ചിലപ്പോൾ. ആ ഒരു ഈ എന്താ പറയുക, ചിലർക്ക് സ്വയം മാനേജ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റും. എന്തെങ്കിലും മൂഡ് സ്വിങ് ഉണ്ടായാൽ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാനായിട്ട് ഈ മരുന്ന് മേടിക്കാൻ കിട്ടത്തില്ല. എത്ര മണിക്കാണല്ലോ അത് വേണേൽ ആശുപത്രി ഡോക്ടർ എഴുതി കൊടുത്ത എവിടെ നിലക്ക് കിട്ടും. 24 hours മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ഇപ്പോൾ. ഇത് ചെന്നൈയിലാണ് നടക്കുന്നത്. അങ്ങനെ 24 hours മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. എറണാകുളത്ത് 24 hours മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ. എല്ലാ ആശുപത്രി പോയി മേടിച്ചോണ്ട് വരും. എമർജൻസി ഡോക്ടറെ കൊടുത്തെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയും, ഡോക്ടർ ഒരു സാധനം കൊടുത്താൽ അത് ഡോക്ടറാണെന്ന് ഡോക്ടർ അല്ലാത്ത ഒരാൾ അവിടെ ഏഷ്യാനെറ്റിൽ കയറി കൊടുക്കത്തൊന്നുമില്ല. അവർക്കെതിരെ എന്തുകൊണ്ടാണ് നിയമപരമായി നീങ്ങാത്തത്? ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നതല്ലേ ഉള്ളൂ ഇമാരൊക്കെ അവിടെ പീഡനം. ഇത് എന്റെ സംശയം ഏഷ്യാനെറ്റ് തന്നെ ഈ ഇറക്കി വിട്ടേക്കുന്ന ആൾക്കാരെ PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ ഇറക്കുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങിയവർ വരെ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കേസില്ല, പ്രശ്നങ്ങളില്ല, പോലീസ് അന്വേഷണം ഒന്നുമില്ല. എന്ത് അഖിൽമാരാൻ നേരത്തെ പറയാറുള്ളൂ, കഴിഞ്ഞ തവണ പോയപ്പോ പറയാൻ ഇറങ്ങി. ഇപ്പൊ എത്ര നാളെ കഴിഞ്ഞാ പറയണ? അത് വിട്. ഞാൻ പറഞ്ഞത് ഇവരാരും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നില്ല, അല്ല അങ്ങനത്തെ ഒരു അന്വേഷണം വരുന്നില്ല. ഇതൊന്നും ഒരു ഒഫീഷ്യലായിട്ടല്ല നടക്കുന്നത്. അതും ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നടത്തുന്ന പരിപാടി. ഇവൻ എന്താ മെയിൻ മീഡിയ വിളിച്ചാൽ വരാത്ത? അവർ ഏഷ്യാനെറ്റിനെ പേടിക്കുന്നതുകൊണ്ട് വരാത്ത അല്ല. ഇതിന് വേണ്ടത്ര തെളിവോ ഒന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇതിന് വേണ്ടത്ര തെളിവുകളൊന്നും ഇല്ലടാ. ഈ പറയുന്ന പോലെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്ന പോലെ തോന്നുന്നത്. മനസ്സിലായോ? അയാൾക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ശരിക്കും ബിഗ് ബോസിന്റെ ഒരു ഗുണവുമില്ല. വെറുതെ സ്ട്രെസ്, നെഗറ്റീവ് എനർജി കൊടുക്കണം. ആളുകൾ ഇത് എന്തിനാ കാണുന്നത് മനസ്സിലാവണില്ല. അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അയാൾ എങ്ങനെ വെരിഫൈ ചെയ്യുന്നു? ഇപ്പോൾ നിനക്കിപ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ ഒരു മരുന്ന് തരിക എന്ന് പറഞ്ഞാൽ 5 മരുന്നുണ്ട്. അതിനകത്ത്
5 ചിലപ്പോൾ ഈ സ്കീസോഫ്രീനിയക്ക് കൊടുക്കുന്നത് കൊടുക്കാം. മനസ്സിലായി? പെട്ടെന്നൊരു ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോസ് പോലും ഇയാൾ 5 mg ആണോ 10 mg ആണോ 20 mg ആണോ ഏതാ കൊടുത്തേക്കെന്ന് നമുക്കറിയത്തില്ല. മനസ്സിലായില്ലേ? ഇതിന്റെ ഡോസും എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് ഡോക്ടർ ആ കണ്ടീഷൻ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു 3 ദിവസം കൊടുക്കും. കാരണം എന്താണെന്നറിയോ, ഇപ്പം നിനക്കൊരു പ്രത്യേക സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു സ്ഥലത്തിരുന്നത് കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മൈൻഡ് ഔട്ട്, ഹോം സിക്നസ്, മൂത്ത് എല്ലാം വേണ്ട, നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി പ്രശ്നമുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഒരു 3 ദിവസം 4 അല്ലെങ്കിൽ ഒരാഴ്ച ദിവസമൊക്കെ ഇങ്ങനെ ആ ഒരു ഉറക്കമൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ അന്തരീക്ഷമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് ഈ പിന്നീട് ചിലപ്പോൾ ഇങ്ങനത്തെ സൈക്കോട്ടിക് ഇവന്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അതിനെ ഒരു കുറച്ച് ദിവസത്തേക്ക് തള്ളി നീക്കാനും ഒക്കെ ആയിട്ടായിരിക്കും ഇത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഇവനെ ഇറക്കി വിട്ടല്ലോ. അതെന്താ അവരോട് നിർത്താൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കാണും ചിലപ്പോ. ഈ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും അറിയോ? അത് കഴിഞ്ഞ് അവന് പോന്നു. അവനെ ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു കാണും, വിട്ടേക്കാൻ പറഞ്ഞു കാണും, അല്ല നിർബന്ധിക്കാൻ പറ്റത്തില്ല. പുള്ളി പലപ്പോഴും പറഞ്ഞു പുള്ളിക്ക് ഇറങ്ങി പോകണമെന്ന്. അത് സമ്മതിച്ചില്ല അവരാ. അപ്പൊ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും പറയാനും പേടിയുണ്ടാവുമായിരിക്കും ഇവിടുത്തെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം. പക്ഷെ അഖിൽമാരാജിന് പണ്ടേ പറയാവുന്ന കാര്യമാണ്, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. പുറത്തുപോയി എന്ത് പറയാനാ? അല്ല, ആള് ഫോണില് വാട്സപ്പിൽ സന്ദേശം ഉണ്ട്, അത് മീഡിയക്ക് മുമ്പ് പ്ലേ ചെയ്തായിരുന്നു. എടോ ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ 10 കാര്യങ്ങൾ പറയാൻ 10 ആൾക്കാർ വരും. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ആരിലൊക്കെ പറഞ്ഞു നിൽക്കിയിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ഇവർക്കെതിരെയും കേസ് കൊടുക്കുന്നില്ല, ഇവർ ഏഷ്യാനെറ്റിനെതിരെയും കേസ് കൊടുക്കുന്നില്ല. ഇതിനകത്തൊന്നും മനസ്സിലാകുന്ന കാര്യം, ഏഷ്യാനെറ്റിന് റേറ്റിംഗ് കൂടുന്ന പരിപാടി പുറത്തിറങ്ങി ആര് ചെയ്താലും അതൊന്നും പോരടെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചുമ്മാ ചെറിയ ചെറിയ ലൊടുക്ക് പരിപാടികളെ നടക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? എന്ത് അവന്റെ അഡ്വക്കേറ്റ് ടിക്കറ്റ് ഇന്നലെ കണ്ടു, ഷായി കൃഷ്ണൻ. പുള്ളി ആകെ ഹെൽത്ത് വൈസ് വളരെ ഡൗൺ ആയിരിക്കുകയാണ്. ഫുഡും പുള്ളി പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രെസ്സിൽ ഇതാണ്, ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. ഇങ്ങനെ വിളിക്കാൻ നടത്തത് ഒരിക്കലും. എന്നെ ഇതുവരെ വിളിക്കാത്ത കാര്യം എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടായോണ്ടോ. ഒരു ട്രോമയില്ല. ഇത് 5ാമത്തെ സീസണാ. ഇതിന് മുന്നേ 6ാമത്തെയാ. 6 സീസണിൽ പോയമാർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക പ്രശ്നം ഈ 6ാമത്തെ സീസണിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നെങ്കിൽ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നു, കുറെ പേരിന് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നു. ഇതിന്റെ ഈ പറഞ്ഞ അഖിൽമാരെ ഒരിടത്ത് നിന്ന് പെണ്ണുങ്ങൾ മോശമെന്ന് പറയുമ്പോൾ എല്ലാവരുടെ TV പോയി നോക്കും. ഇപ്പൊ ഡ്രഗ്സ് കൊടുത്തെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ TV ക്യൂരിയോസിറ്റി ഉണ്ടാക്കും ആൾക്കാരുടെ ഇടയിൽ. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ഈ അഖിൽമാരും ഇവനും എല്ലാം ഈ സാധനത്തിന് ഒരു എന്താ പറയണ്ടേ, പ്രേക്ഷകരുടെ എണ്ണം കൂട്ടാൻ പരുവത്തിനുള്ള പരിപാടികൾ ചെയ്തതല്ലാതെ ഇതിനെതിരെ ലീഗൽ ആക്ഷൻസ് ഇവരാരും എടുക്കുന്നില്ല വേണ്ട പോലെ. അവിടെ പരാതി കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു ഫോളോ അപ്പ് ഒന്നും കാണത്തില്ല, വെറുതെ അങ്ങ് പറഞ്ഞു നടക്കും ഓരോരുത്തർ. ഇതിനിപ്പോ ഒരു 5 ദിവസം കഴിഞ്ഞ് എന്താവുന്ന നോക്ക്, അപ്പൊ മനസ്സിലാവും. അഖിൽമാരർ പറഞ്ഞ കേസ് എന്തായി? ഈ പ്രോഗ്രാം മോഡൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം മമ്മൂട്ടി ഓഫർ ചെയ്യുമ്പോൾ മമ്മൂട്ടി വേണ്ടെന്ന് പറഞ്ഞാണ്. ഇത് പുള്ളിക്ക് അതിനുള്ള 20 കോടി എന്ത് കിട്ടും, മോഹൻലാലിനെ കാശ് കിട്ടുള്ളൂ, വേറെ ഗുണവുമില്ല. ഭയങ്കര നെഗറ്റീവ് എനർജി കാണിക്കുന്നത്, ഭയങ്കര സ്ട്രെസ്ഫുൾ, ഭയങ്കര നെഗറ്റീവ് എനർജി. ആൾക്കാർ ഇത് എന്തിനാ എൻജോയ് ചെയ്യുന്നത് മനസ്സിലാവണില്ല. ഇതുകൊണ്ട് ആകെ ഗുണം മോഹൻലാലിന് മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പൊ മണിക്കൂട്ടൻ അങ്ങനെ ഇറങ്ങിയിട്ട് അവർക്കൊന്നും ഒരു പോപ്പുലാരിറ്റിയും കിട്ടിയില്ല. ഡോക്ടർ റോബിൻ ഇത് മുഴുവൻ ക്രൂക്കഡ്നെസ്സും ഭയങ്കര സാഡിസവും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ പ്രോഗ്രാംസ് നിർത്തണം. എന്നെ കൊണ്ടുപോകാത്ത കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിക്കാത്തത്.